എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എപ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് വീണ്ടും മുകളിലോട്ട് പോകും. ഈ ഒരു 30% ക്രാഷ് കാര്യങ്ങളെല്ലാം റിക്കവറായി ഒരു $100,000 മുകളിലോട്ടൊക്കെ പോയി ബാക്ക് ടു നോർമൽ ആയിട്ടുള്ള ഒരു സിനാരിയോയിലോട്ട് ഇനി എപ്പോൾ വരും. ഈ ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റിൽ നിന്നൊക്കെ കയറി ബിറ്റ്കോയിൻ വീണ്ടും ആ ഒരു ബുൾ മാർക്കറ്റ് എപ്പോൾ തുടരും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ മെയിനായിട്ട് നമ്മൾ 3 കാര്യങ്ങളാണ് അനലൈസ് ചെയ്യുന്നത്. ഒന്ന് ഹിസ്റ്റോറിക്കലി ഉള്ള ഡേറ്റയും അതേപോലെ തന്നെ US ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ നിലവിലുള്ള ഗവൺമെൻറ്റിൻ്റെ ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള പോളിസി കാര്യങ്ങൾ, ബിറ്റ്കോയിൻ സ്ട്രാറ്റജിക് റിസർവ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ബിറ്റ്കോയിൻ അഫക്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നോർമലി ഉള്ള ലിക്വിഡിറ്റി സൈക്കിൾ, ഇപ്പോൾ ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങൾ, ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ്, ഈസിങ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ എങ്ങനെയാണ് അടുത്തൊരു 3-4 മാസം ബിറ്റ്കോയിൻ്റെ പ്രൈസിനെ അഫക്റ്റ് ചെയ്യുന്നത്, അടുത്തൊരു 3-4 മാസം ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു പെർഫെക്റ്റ് ടൈമും അതേപോലെ തന്നെ കൂടുതൽ ബിറ്റ്കോയിൻ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു പെർഫെക്റ്റ് ടൈം ആയിരിക്കും അടുത്തൊരു 3-4 മാസം. അതേപോലെ തന്നെ മാക്സിമം ഈ ഒരു 3 to 4 മന്ത്സിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങൾക്കുള്ള ഒരു കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ പോവുകയും കുറേ ഒരു ക്ലാരിറ്റി മാർക്കറ്റിൽ വരികയും ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആണ് അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതിനോടൊപ്പം തന്നെ ഞാൻ പുതുതായിട്ട് ഒരു ടെലഗ്രാം ചാനലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ആവശ്യമുള്ള താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. കാരണം നമ്മൾ കുറേ കാലമായിട്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പാണ് ഉള്ളത്. വാട്സപ്പ് ഗ്രൂപ്പിന് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. സോ കുറേ കാലമായിട്ട് പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ് ഒരു ടെലഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്തുകൂടെ എന്നുള്ളത്. സോ ഞാൻ അടുത്ത ഇനി ഫ്രീക്വൻ്റ് ആയിട്ടുള്ള മാർക്കറ്റ് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ താല്പര്യമുള്ള ആളുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹിസ്റ്റോറിക്കലി ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. അതായത് ഒരു 30% ക്രാഷ് ബിറ്റ്കോയിനെ സംബന്ധിച്ചിടത്തോളം വളരെ കാഷ്വൽ ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു ബുൾ മാർക്കറ്റാണ് എന്നുണ്ടെങ്കിലും കഴിഞ്ഞ ബുൾ മാർക്കറ്റാണ് എന്നുണ്ടെങ്കിലും അതിൻ്റെ മുന്നത്തെ ബുൾ മാർക്കറ്റാണ് എന്നുണ്ടെങ്കിലും മൾട്ടിപ്പിൾ ടൈംസ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് 30% മുകളിൽ ക്രാഷ് ആയിട്ടുമുണ്ട്. അതെല്ലാം വളരെ ഈസി ആയിട്ട് റിക്കവറായി വന്നിട്ടുണ്ട്. സോ ഈ ഒരു ടേബിൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. 2017 5 പ്രാവശ്യം ബിറ്റ്കോയിൻ്റെ പ്രൈസ് 30% മുകളിൽ ക്രാഷ് ആയിട്ടുണ്ട്. ഓരോ തവണ ബിറ്റ്കോയിൻ്റെ പ്രൈസ് 30% മുകളിൽ ക്രാഷ് ആയിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് റിക്കവർ ആയിട്ടുള്ളത് മാക്സിമം 37 ഡേയ്സിനുള്ളിലാണ്. സോ ഇപ്പോൾ ഏറ്റവും ഷോർട്ടായിട്ടുള്ള റിക്കവറി പീരീഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ 6 ദിവസം കൊണ്ട് പോലും ഈ ഒരു 30% ക്രാഷ് റിക്കവർ ആയിട്ടുണ്ട്. നവംബർ 2017 $7,888 ബിറ്റ്കോയിൻ 5,556 ക്രാഷ് ആയിട്ട് വെറും 6 ദിവസം കൊണ്ടാണ് ഈ ഒരു 30% ക്രാഷ് റിക്കവർ ആയിട്ടുള്ളത്. സോ 2017 ഡേറ്റ നമ്മൾ കമ്പയർ ചെയ്യുന്നത് 2017 ബുൾ മാർക്കറ്റാണ്. 2017 ട്രംപ് വന്നിട്ടുള്ള ആദ്യത്തെ വർഷമാണ്. 2017 ഹാൽവിങ് നടന്നിട്ടുള്ള രണ്ടാമത്തെ വർഷമാണ്. അത് കാരണം കൊണ്ടാണ് ഈ ഒരു 2025 നമ്മൾ 2017 കമ്പയർ ചെയ്യുന്നത്. 2025 ഹാൽവിങ് നടന്നിട്ടുള്ള രണ്ടാമത്തെ വർഷമാണ്. ട്രംപ് വന്നിട്ടുള്ള ആദ്യത്തെ വർഷമാണ്. അതേപോലെ തന്നെ ബുൾ മാർക്കറ്റുമാണ്. അപ്പോൾ ഈ ഒരു 2 ടൈം പീരീഡും ഏറെക്കുറെ സിമിലറാണ്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് 2025 നടക്കുന്നത് എന്നുണ്ടെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറീസ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഈ ഒരു ടേബിളിലുള്ള മാക്സിമം ഉള്ള ഈ ഒരു 37 ഡേയ്സ് റിക്കവറി പീരീഡ് നമ്മൾ കൺസിഡർ ചെയ്താലും, അതായത് ഈ ഒരു കഴിഞ്ഞ ദിവസം $76,000 നമ്മൾ ഈ ഒരു ലോ പ്രൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു 37 ഡേയ്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു ഏപ്രിൽ 18-ാം തീയതി 19-ാം തീയതി ഒക്കെ ആയിട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് റിക്കവർ ആവാനുള്ള സാധ്യതയുണ്ട്. 2017 പോലെയാണ് ബിറ്റ്കോയിൻ റിയാക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ നമ്മൾ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഡേറ്റ കഴിഞ്ഞ വർഷം 2024 ബിറ്റ്കോയിൻ്റെ പ്രൈസ് $73,000 ടച്ച് ചെയ്തിട്ട് ഓൾ ടൈം ഹൈയിൽ നിന്ന് $48,000 ക്രാഷ് ചെയ്തിട്ട് വീണ്ടും ഈ ഒരു $73,000 റിക്കവർ ആയത് ഏകദേശം 92 ഡേയ്സ് എടുത്തിട്ടാണ്. ഓക്കെ, ഏകദേശം 3 മാസം എടുത്തിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഡേറ്റ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും വിത്തിൻ 3 മന്ത്സിൻ്റെ ഉള്ളിൽ തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് വീണ്ടും ഒരു പുതിയ ഓൾ ടൈം ഹൈലോട്ട് പോയി എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. സോ മിനിമം ഒരു 37 ഡേയ്സ്, മാക്സിമം നമുക്കൊരു 3 മാസത്തിൻ്റെ ഉള്ളിൽ ബാക്ക് ടു നോർമൽ ഈ ഒരു ഓൾ ടൈം ഹൈലോട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഹിസ്റ്റോറിക്കലി ഉള്ള ചാർട്ട് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ. അതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു ജൂണിൻ്റെ ഒക്കെ ഉള്ളിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്തായാലും ബാക്ക് ടു ഒരു ഓൾ ടൈം ഹൈലോട്ട് എത്താനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇനി ഇതേ ഒരു 3 മാസം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. ഈ ഒരു 3 മാസത്തിൽ കുറേ കാര്യങ്ങൾ മാർക്കറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം.
അതിൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ട്രംപ് അഡ്മിനിസ്ട്രേഷൻ മുന്നോട്ട് വയ്ക്കുന്ന ഈ ഒരു ബിറ്റ് കോയിൻ റിലേറ്റഡ് ആയിട്ടുള്ളതും ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള റെഗുലേഷൻസും ഇത്തരത്തിലുള്ള ബിറ്റ് കോയിൻ റിസർവ് ആണ് എന്നുണ്ടെങ്കിലും ക്രിപ്റ്റോ റിസർവ് ആണ് എന്നുണ്ടെങ്കിലും ഇതിൻ്റെ എല്ലാം ഒരു ഫൈനൽ ക്ലാരിറ്റി ഈ ഒരു 2-3 മാസം കൊണ്ട് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രംപ് ജനുവരി 23 സൈൻ ചെയ്തിട്ടുള്ള എക്സിക്യൂട്ടീവ് ഓർഡറിൽ പ്രത്യേകം പറയുന്നുണ്ട് ഈ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൻ്റെ ഫൈനൽ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് 180 ഡേയ്സ് ആണ്. അതായത് 6 മാസമാണ്. ജനുവരി 23 മുതൽക്ക് 22 ജൂലൈ വരെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ഡെഡ് ലൈൻ എന്ന് പറയുന്നത്. ഇത് തന്നെ 3 സ്റ്റേജസ് ആയിട്ടാണ് ഇതിൽ പറയുന്നുണ്ട്. അതായത് ഫസ്റ്റത്തെ 30 ദിവസം ട്രഷറി ആണ് എന്നുണ്ടെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ്, SEC ഇത്തരത്തിലുള്ള ഏജൻസികൾ റെഗുലേഷൻസും കാര്യങ്ങളെല്ലാം കൂടുതൽ ഇതിന് ഇമ്പാക്റ്റ് ചെയ്യുന്ന റെഗുലേഷൻസും കാര്യങ്ങളിലെല്ലാം കൂടുതൽ പഠിക്കുക. അടുത്ത 60 ദിവസം ഈ ഒരു വർക്കിംഗ് കമ്മിറ്റി കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ മോഡിഫൈ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യണം, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുക എന്നുള്ളതാണ്. സോ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാരണം കൊണ്ടാണ് നമ്മൾ ഈ മാർച്ചിൽ ഒരുപാട് കാര്യങ്ങൾ ന്യൂസ് കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ ബിറ്റ് കോയിൻ റിസർവ് എന്നുള്ള ഒരു ക്ലാരിറ്റി ഇപ്പോൾ നിലവിൽ വന്നു. ഇതിന് മുന്നേ ഒരു ഡിജിറ്റൽ അസറ്റ് സ്റ്റോക്ക് പൈൽ എന്ന് മാത്രമാണ് ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഓർഡറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ മാർച്ച് മാസം വന്നതോടുകൂടിയിട്ട് തന്നെ ഇപ്പോൾ അതൊരു ബിറ്റ് കോയിൻ ഓൺലി റിസർവിലോട്ട് എത്തി എന്നുള്ളൊരു ക്ലാരിറ്റി വന്നു. അപ്പോൾ ഇനി വരുന്ന മാസങ്ങളിൽ ഇതെല്ലാം ഒഫീഷ്യലായിട്ട് ബില്ല് കാര്യങ്ങളെല്ലാം പാസ്സാക്കുന്നതിനുള്ള ദിവസങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫൈനൽ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് 180 ഡേയ്സ് ആണ്. അപ്പോൾ ബിറ്റ് കോയിൻ ഇനി കൂടുതൽ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങളെല്ലാം ഒഫീഷ്യലായിട്ട് മാറുമ്പോഴായിരിക്കും. ഓക്കെ, അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഇതുവരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രംപിൻ്റെ ഈ ഒരു ഗവൺമെൻറ്റും പറയുന്നതെല്ലാം ജസ്റ്റ് റൂമേഴ്സ് മാത്രമാണ്. ഓക്കെ, റൂമേഴ്സ് അല്ല, ജസ്റ്റ് സ്പെക്കുലേഷൻ മാത്രമാണ്. ഒരു സ്പെക്കുലേഷൻ്റെ ബേസിലാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത്. അതായത് എന്താണോ ട്രംപ് ട്വീറ്റ് ചെയ്യുന്നത്, ഈ ന്യൂസ് കാര്യങ്ങൾ വരുന്നത് അതിനനുസരിച്ചിട്ടാണ്. പക്ഷേ ഇനി വലിയ രീതിയിൽ ബിറ്റ് കോയിൻ മുകളിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ തന്നിട്ടുള്ള പ്രോമിസ് കാര്യങ്ങളെല്ലാം ഒഫീഷ്യലായിട്ട് കാര്യങ്ങളെല്ലാം പാസ്സാക്കണം. ഓക്കെ, ഇപ്പോൾ ട്രംപിന് വേണമെന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് ഓർഡർ സൈൻ ചെയ്യാം. പക്ഷേ ട്രംപിന് വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ട്വിറ്ററിൽ എന്തുവാണെന്നുണ്ടെങ്കിലും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ XRP, ADA, അതേപോലെ തന്നെ ഇത്തേറിയം ഇതെല്ലാം റിസർവ് ആക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ജസ്റ്റ് ഒരു ട്വീറ്റ് മാത്രമാണ്. ഇതൊന്നും ഒരിക്കലും ഗവൺമെൻറ് അപ്രൂവ് ചെയ്യണമെന്ന് പോലുമില്ല. കാരണം ട്രംപ് മാത്രമല്ല ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ട്രംപ് എന്ത് പറഞ്ഞാലും ഇതെല്ലാം അൾട്ടിമേറ്റ്ലി സെനറ്റും ഹൗസും ഒക്കെ അപ്രൂവ് ചെയ്യണം. അപ്പോൾ ഇന്ത്യയിലിപ്പോൾ പ്രധാനമന്ത്രിക്ക് എന്തുവാണെന്നുണ്ടെങ്കിലും പറയാം. പക്ഷേ ഇതെല്ലാം ആയി വരുന്നത് എപ്പോഴാണ്? രാജ്യസഭയിലും ലോകസഭയിലും ഒക്കെ ഭൂരിപക്ഷം മെജോറിറ്റിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പോളിസി കാര്യങ്ങളെല്ലാം പാസ്സാവേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെയാണ് US കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇതെല്ലാം എന്താണോ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഒഫീഷ്യലി വരണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈവൻ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ നടപ്പിലാക്കുന്ന കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് അടുത്ത ഗവൺമെൻറ് വരുന്നവരേ ഉള്ളൂ. അപ്പോൾ അടുത്ത ഗവൺമെൻറ് വന്നു കഴിഞ്ഞ് പറഞ്ഞാൽ അപ്പോൾ ഈ ക്രിപ്റ്റോ റിസർവ് വേണ്ട അല്ലെങ്കിൽ ബിറ്റ് കോയിൻ റിസർവ് വേണ്ട എന്ന് അവർ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിനെ അവർക്ക് എടുത്തു കളയാൻ പറ്റും. ഓക്കെ, പക്ഷേ ഇത്തരത്തിലുള്ള ഈ ഒരു ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം ബില്ല് കാര്യങ്ങളെല്ലാം ഹൗസിലും സെനറ്റിലെല്ലാം ബില്ല് പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ മാറ്റാൻ ഡിഫിക്കൽട്ടാണ്, പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള റിയൽ ആയിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ അടുത്തൊരു 3-4 മാസത്തിൻ്റെ ഉള്ളിൽ എന്തായാലും നടക്കും. അപ്പോൾ അടുത്ത 3-4 മാസത്തിനുള്ളിൽ ഒരുപാട് ക്ലാരിറ്റി മാർക്കറ്റിൽ വരികയും അത് ബിറ്റ് കോയിൻ്റെ പ്രൈസിനെ വളരെ വലിയ രീതിയിൽ പോസിറ്റീവായിട്ട് ബാധിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ ഹിസ്റ്റോറിക്കലി ഉള്ള ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ പറയുന്ന ഡെഡ് ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും മാക്സിമം ഈ ഒരു 3-4 മാസത്തിൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും നോർമൽ ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ഫെഡറൽ റിസർവിൻ്റെ ലിക്വിഡിറ്റി സൈക്കിൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിലും, അതായത് ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും മാർച്ചിൽ എന്തായാലും റേറ്റ് കട്ട് ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് ആസ് ഓഫ് നൗ ഇപ്പോൾ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 97% ആളുകളും 19 മാർച്ചിൽ നടക്കുന്ന FOMC മീറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോഴും 4.25% ആണ് ഇൻട്രസ്റ്റ് റേറ്റ്. അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് 97% ആളുകളും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മെയിലാണ് എന്നുണ്ടെങ്കിലും 64% ആളുകളും സെയിം ഇൻട്രസ്റ്റ് റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ജൂണിലാണ് നമുക്ക് കുറച്ചെങ്കിലും ഒരു ഹോപ്പ് ഉള്ളത്, ഇൻട്രസ്റ്റ് റേറ്റ് അറ്റ്ലീസ്റ്റ് ഒരു 0.25% കട്ട് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ജൂണിന് ശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്ത് താഴോട്ട് വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യാനാണ് എന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങളെല്ലാം കുറച്ചാൽ മാത്രമാണ് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെഡറൽ റിസർവ് വളരെ വലിയ രീതിയിൽ ടൈറ്റൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഫെഡറൽ റിസർവിൻ്റെ ബാലൻസ് ഷീറ്റ് വളരെ വലിയ രീതിയിൽ അവർ ഷ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനാണ് ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് മുകളിലോട്ട് പോവാതെ മാർക്കറ്റ് വലിയ രീതിയിൽ പമ്പാവാനുള്ള യാതൊരു സാധ്യതയും ഇല്ല. അല്ലെങ്കിൽ ഇതേപോലെ വലിയ രീതിയിലുള്ള ന്യൂസ് കാര്യങ്ങളൊക്കെ വരിക തന്നെ വേണം മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ. സോ എന്തായാലും അടുത്തൊരു 3-4 മാസത്തിൻ്റെ ഉള്ളിൽ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് കലങ്ങിത്തെളിയാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഈ ഒരു ബുൾ മാർക്കറ്റിൻ്റെ ഫൈനൽ സ്റ്റേജിലോട്ടുള്ള ഈ ഒരു ബിറ്റ്കോയിൻ്റെ അടുത്തൊരു വലിയൊരു ഫൈനൽ ലെഗപ്പിനോട്ടുള്ള ഒരു വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ഈ ഒരു 3-4 മാസത്തിൻ്റെ ഉള്ളിൽ ബിൽഡാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. സോ കൂടുതൽ ബിറ്റ്കോയിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ബിറ്റ്കോയിൻ കൂടുതൽ പറ്റാവുന്നത്ര ബിറ്റ്കോയിൻ അക്യുമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി ഇൻഫർമേറ്റീവായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.